ഹായ് ഗൈസ്, വെൽക്കം ടു ഡേ 10 ഓഫ് മൈ വർക്കൗട്ട് സീരീസ്. എപ്പോഴത്തെയും പോലെ തന്നെ നമ്മൾ മോർണിംഗ് സെക്ഷനകത്ത് റണ്ണിങ്ങിന് പോയി. ഇന്നൊരു റിക്കവറി റണ്ണായിരുന്നു. റിക്കവറി റൺ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നതിനേക്കാളും ഭയങ്കര സ്ലോയിൽ റൺ ചെയ്യുക. അതായത് ഇപ്പോൾ ഈസി റണ്ണിനേക്കാളും കുറച്ചും കൂടി ഫേസ് കുറച്ച് സ്ലോ റൺ ചെയ്യുക. അതാണ് റിക്കവറി റൺ. അതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴാഴ്ച, അതായത് ഇന്നലെ നമ്മൾ നല്ല രീതിക്ക് തന്നെ റണ്ണിങ്ങും അതുപോലെ തന്നെ ഈവനിങ് സെക്ഷനകത്ത് പോളിമെട്രിക്സും ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു റിക്കവറി പോലെയാണ് നമ്മൾ ഇന്ന് റിക്കവറി റൺ ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ റിക്കവറി റൺ ഏകദേശം ഒരു 2 കിലോമീറ്ററാണ് ഓടിയത്. അതിൽ കൂടുതലൊന്നും ഓടിയില്ല. കാരണം എപ്പോഴും ഞാൻ 2 അല്ലെങ്കിൽ ഒരു 3 കിലോമീറ്ററാണ് റിക്കവറി റണ്ണിന് ചെയ്യുള്ളൂ. അതിനുശേഷം ഞാൻ സ്ട്രൈഡ് ചെയ്തു, ഒരു 6 സ്ട്രൈഡ് ചെയ്തു 100 മീറ്ററിൻ്റെ. ഓക്കെ, ഇത്രയാണ് ഇന്ന് മോർണിംഗ് സെക്ഷനകത്ത് ചെയ്തത്. ഇപ്പോൾ ഈവനിങ് സെക്ഷനായി. ഇന്ന് ഈവനിങ് സെക്ഷനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷോൾഡറും ആപ്സും കൂടിയിട്ടുള്ള വർക്കൗട്ടാണ്. അതായത് ഷോൾഡർ പ്ലസ് ആപ്സ്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് വേഗം തന്നെ വർക്കൗട്ടിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് എക്സസൈസ് ലാറ്ററൽ റൈസ് ആണ്. നമുക്ക് വേഗം തന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് എക്സസൈസ് റിയൽ ഡെൽറ്റ് ആണ്. ഇതും ഷോൾഡറിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ആണ് കേട്ടോ. നമുക്ക് വേഗം തന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. വളരെ എഫക്റ്റീവ് ആണ്, അടിപൊളി എക്സസൈസ് ആണ്. ഷോൾഡറിന് നല്ല രീതിക്ക് എഫക്റ്റ് ഉള്ള ഒരു എക്സസൈസ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന എക്സസൈസ് ഷ്രഗ് ആണ്. ഇത് ട്രാപ്പിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ആണ്. നല്ലൊരു എക്സസൈസ് ആണ് കേട്ടോ. നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എക്സസൈസ് ചെയ്യാൻ പോകുന്ന ഡംബൽ പ്രസ് ആണ്. ഇതാണ് ഏറ്റവും ലാസ്റ്റ് എക്സസൈസ്. ഷോൾഡറിന്റെ സെറ്റിലെ ഏറ്റവും ലാസ്റ്റ് എക്സസൈസ് ആണ് കേട്ടോ ഡംബൽ പ്രസ്. നമുക്ക് വേഗം തന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം.
ഓക്കെ, അങ്ങനെ ഷോൾഡറിനുള്ള എല്ലാ വർക്കൗട്ടുകളും കംപ്ലീറ്റ് ആയിട്ട് ഷോൾഡറിനുള്ള എല്ലാ എക്സസൈസുകളും നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് ആപ്സിനുള്ള വർക്കൗട്ടാണ്. ആപ്സിന് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ലെഗ് റൈസസ് ആണ്. നമുക്ക് വേഗം തന്നെ വർക്കൗട്ടിലോട്ട് കിടക്കാം. ലെഗ് റൈസ് കഴിഞ്ഞ് പിന്നെ ചെയ്യാൻ പോകുന്ന എക്സസൈസ് ഫാമേഴ്സ് വാക്കാണ്. ഇതെങ്ങനെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിറ്റ് കൈപ്പിടിച്ചിട്ട് അയറ്റം വരെ നടക്കും, അതുപോലെ തന്നെ തിരിച്ച് നടക്കും. ഇതൊരു നമ്മുടെ കോർ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട തന്നെ എക്സസൈസിലോട്ട് കിടക്കാം. അവിടെ തൊട്ട് ഇവിടം വരെ നടന്നതിന് ശേഷം ഈ ഒരു ലെവലിൽ കാല് പൊക്കി പിടിച്ചിട്ട് ഒരു 15 സെക്കൻഡ് ഹോൾഡ് ചെയ്യണമായിരിക്കും. അങ്ങനെ ഫാമേഴ്സ് വാക്ക് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന എക്സസൈസ് ക്രഞ്ചസ് ആണ്. ഇതെല്ലാവർക്കും അറിയുന്ന എക്സസൈസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന എക്സസൈസ് പ്ലാങ്ക് ആണ്. ഇതാണ് ഏറ്റവും ലാസ്റ്റ് എക്സസൈസും കൂടിയാണ്. ഓക്കെ, നമുക്ക് വേഗം തന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്തത് ഷോൾഡറിനും ആപ്സിനും വേണ്ടിയിട്ടുള്ള എക്സസൈസുകളാണ്. ഇനി നമ്മൾ സ്ട്രെച്ചിങ് റൂട്ടീനിലോട്ടാണ് കടക്കാൻ പോകുന്നത്. നമ്മൾ ഷോൾഡറിന് വേണ്ടി ഏത് തരത്തിലുള്ള സ്ട്രെച്ചിങ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ലെവലാണ്. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഷോൾഡർ മസിൽ നല്ല രീതിക്ക് വലിയുന്നതാണ്. ഇതാണ് നമ്മൾ ഷോൾഡറിന് വേണ്ടി ചെയ്യുന്ന സ്ട്രെച്ചിങ്സ്. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ആപ്സിന് വേണ്ടിയിട്ടുള്ള സ്ട്രെച്ചിങ് ആണ്. കാരണം നമ്മൾ ആപ്സ് വർക്കൗട്ട് ചെയ്തുകൊണ്ട് ആപ്സിന് സ്ട്രെച്ചിങ് ചെയ്യുന്നത് വളരെയധികം അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ആപ്സിനുള്ള സ്ട്രെച്ചിങ്ങിലോട്ട് കിടക്കാം. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എപ്പോഴത്തേക്കും പോലെ തന്നെ there is no shortcuts, no excuses, stay disciplined and don't lose focus. See you tomorrow. Bye.